ഞാൻ ആദ്യമായിട്ടാണ് ഒരു പത്രസമ്മേളനം നടത്തുന്നത്. എൻ്റെ പേര് CK മാത്യു, ചാപ്പമറ്റം, മീണ്ടം PO, ജോർജ് കുട്ടി വിളിക്കുന്ന CK മാത്യു, കോട്ടയം ജില്ല. ഞാൻ ഇന്ന് CBI NIAയുടെയും കസ്റ്റഡിയിലാണ്. ഞാൻ 75% സുരക്ഷിതനാണ്. നമ്മുടെ ബഹുമാനപ്പെട്ട കോടതിയുടെയും ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും ബഹുമാനപ്പെട്ട കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാജിയുടെയും ബഹുമാനപ്പെട്ട കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയുടെയും സ്നേഹവും സഹായവും കൊണ്ടാണ് ഇപ്പോൾ ഉള്ള അവരുടെ സഹായം കൊണ്ടാണ് ഞാനിപ്പോൾ 75% സുരക്ഷിതനായിരിക്കുന്നത്. എനിക്ക് ഭ്രാന്തായി പോയതാണ്. അത് നാട്ടുകാർക്ക് മൊത്തം. എന്നെ ആപത്തിൽ സഹായിച്ചത് BJP നേതാക്കളാണ്. അവരോട് ഞാൻ കടപ്പെട്ടിരിക്കുന്നു. ഞാൻ ഇന്നലെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ കാണാനും മുഖ്യമന്ത്രിയെയും 20 മന്ത്രിമാരെയും കണ്ട് അവർക്ക് ഒരു കത്ത് കൊടുക്കാൻ സെക്രട്ടേറിയറ്റിൽ ചെന്നപ്പോൾ എന്നെ ചീഫ് സെക്രട്ടറിയെ കാണുന്നപ്പോൾ അവർ സെക്രട്ടേറിയറ്റിൽ ചെന്നപ്പോൾ അതിനുള്ള അനുവാദം തരത്തില്ല. ഞാൻ അവിടുന്ന് തിരികെ പോന്നു. അതുപോലെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും മന്ത്രി വാസവന്റെയും മന്ത്രി മുഹമ്മദ് റിയാസിന്റെയും CPI നേതാക്കന്മാരുടെയും പേരിൽ 7 കൊലപാതകങ്ങളാണ് എനിക്ക് സംശയം. അതിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജിവെച്ച് എന്നെ മുഖ്യമന്ത്രിയാക്കണം. എന്നാൽ എനിക്കാണ് സംശയം ഇത് കൊലപാതകമാണെന്ന്. അതിനാൽ ഇത് സ്വതന്ത്രവും നിഷ്പക്ഷവും നീതിയുമായ അന്വേഷണത്തിന് എന്നെ മുഖ്യമന്ത്രിയാക്കാൻ പിണറായി വിജയൻ രാജിവെക്കണമെന്നും എന്നെ മുഖ്യമന്ത്രിയാക്കണമെന്നും ഞാൻ ആവശ്യപ്പെടുകയാണ്. മുഖലക്ഷണമെന്ന് പറയട്ടെ, ഒരുപാട് കാര്യങ്ങൾ പറയാനുള്ള മുഖമാണ്. 5 രൂപ തന്നെ 2 രൂപയുടെ ഫലം പറയും. ഉള്ളതേ പറയത്തുള്ളൂ, ഇല്ലാത്തത് പറയാൻ മടി കാണിക്കും. അതുപോലെ തന്നെ നിലമ്പൂർ നിയമസഭാ തിരഞ്ഞെടുപ്പ് വരുമ്പോൾ നിയമസഭാ സീറ്റ് CPM എനിക്ക് തരണം. ഞാനൊരു CPMന്റെ എളിയ പ്രവർത്തകനാണ്. 1990 മുതൽ CPMന്റെ എളിയ പ്രവർത്തകനും മെമ്പർഷിപ്പ് ഇല്ലാത്ത എളിയ പ്രവർത്തകനാണ്. പക്ഷെ എനിക്ക് ഒരു സീറ്റ് തരത്തില്ല. 1991 പുതുപ്പള്ളി ഏറ്റുമാനൂർ നിയമസഭാ സീറ്റ് എനിക്ക് മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ പരമാധ്യക്ഷൻ പരിശുദ്ധ ബസേലിയോസ് മാർത്തോമാ മാത്യു ദ്വിതീയം കാതോലിക്കാവായും പാമ്പാട് ദെറായിലെ PC യോഹന്നാനും അന്നത്തെ CPMന്റെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന സഖാവ് VS സച്ചിദാനന്ദനും കൂടി സീറ്റ് പിടിക്കാൻ ശ്രമിച്ചതാണ്. പക്ഷേ സീറ്റ് കിട്ടിയില്ല. 1991 കാലഘട്ടത്തിൽ SP പ്രൊട്ടക്ഷൻ എനിക്ക് ശരിയായി. അതേ സഖാവ് VS സച്ചിദാനന്ദനും ഓർത്തഡോക്സ് കാതോലിക്കാവായും അതുപോലെ PC യോഹന്നാനും അന്നത്തെ മുഖ്യമന്ത്രി ശ്രീ K കരുണാകരൻ സാറും അന്നത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അന്നത്തെ പ്രധാനമന്ത്രി നരസിംഹറാവുവും ഇനി ബാക്കി പറയാം. കാര്യം പറയാം. മൂർഖനെയാണല്ലോ ചവിട്ടിയത്. 1998 മുതൽ 3000 പോലീസും 1000 വണ്ടിയും എന്റെ പുറകെ നടക്കുകയാണ്. 1990 അതായത് സഖാവ് EK നായനാർ മുഖ്യമന്ത്രി ആയിരിക്കെ 3000 പോലീസും 1000 വണ്ടി ഇറങ്ങി. അത് കഴിഞ്ഞ മാസം വരെ കിടക്കുമായിരുന്നു. പിന്നീട് കഴിഞ്ഞ മാസം 2 മാസം മുമ്പ് ഇറങ്ങി. എന്നോട് ആരും പറഞ്ഞിട്ടില്ല. 2000 പോലീസും 2000 വണ്ടി 5000 വണ്ടിയും ഇടയ്ക്ക് ഇറക്കി മുഖ്യമന്ത്രി പിണറായി വിജയൻ. 5000 പോലീസും. എന്റെ പേര് CK. ഞാനൊരു എന്റെ പ്രശ്നം മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജിവെക്കണം, എന്നെ മുഖ്യമന്ത്രിയാകും. കാരണം എന്നെ പോലീസ് വളരെ പീഡിപ്പിക്കുന്നു. ഞാൻ കൊലപാതകയല്ല. ഞാൻ
ഒരു പെറ്റി കേസ് പോലും പ്രതിയല്ല. പിന്നെ നിങ്ങൾ എന്തിനാണെന്ന് അറിയത്തില്ല, എന്നോട് ആരും ഇത് പറഞ്ഞിട്ടുമില്ല. നടന്നു പോയപ്പോ പേടിപ്പിച്ചു? എങ്ങനെയാ എനിക്കറിയത്തില്ല. എന്റെ പുറകെ പോലീസ് നടക്കുവാണ് ആയിരുന്നു കഴിഞ്ഞവരെ. നിങ്ങൾക്ക് മാനസികമായിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എനിക്കൊരു പ്രശ്നമില്ല. 1998 മുതൽ ഞങ്ങൾ കുറെ പേരെ വിഡ്ഢികളാക്കാൻ വന്നിരിക്കുന്നു. അല്ല 1998 മുതൽ കഴിഞ്ഞവരെ 5000 പോലീസ് 2000 വണ്ടി എന്റെ കൊണ്ടാട്ട് അറിയുന്നു. അതായത് നിങ്ങൾ സർക്കാരിന് ചോദിക്കേ, പിണറായി വിജയനോട് ചോദിക്കും ശരിയാണോ എന്ന്. ഇപ്പോൾ അല്ല ഇപ്പോൾ എന്നെ അല്ല ഇപ്പോൾ എന്നെ BJP ഇവിടെ പ്രധാനമന്ത്രിയും ബഹുമാന്റെ കോടതിയും കേന്ദ്രമന്ത്രിയും ഒക്കെ എന്നെ ഇപ്പോൾ എന്നെ സംരക്ഷിക്കുന്നു. എനിക്ക് ആരുമില്ലായിരുന്നു. എല്ലാരും കരയ്ക്കിരുന്ന് കളി കാണുമായിരുന്നു. ഞാൻ CPM പ്രവർത്തനാണെങ്കിലും എന്നെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയും അമിത്ഷാജിയും ഒക്കെ ഇപ്പോൾ എന്നെ സഹായിച്ചു. എന്നെ കൊല്ലാതിരിക്കുക, എന്നെ കൊല്ലാൻ എല്ലാവരും നോക്കിയപ്പോൾ അവരെന്നെ സഹായിച്ചിരിക്കുകയാണ്. എന്നോട് കോട്ടയം മീനടത്ത് പോലീസ് സാമ്പത്തികമായിട്ടാണോ നിങ്ങളെ സഹായിച്ചത്? ആര്? അല്ല എന്റെ സുരക്ഷയൊക്കെ എനിക്ക് CBIയും NIAയും ഒക്കെ അവരാണോ നിങ്ങൾക്ക് കാവൽ നിൽക്കുന്നത്? എനിക്ക് അവരുടെ കസ്റ്റഡിയിലാണ് ഞാൻ ഇന്ന്. CBIയുടെ NIAയുടെയും കസ്റ്റഡിയിലാണ്. ഏത് മറ്റേ പോലീസിനെ ഞാൻ പിൻവലിപ്പിച്ചു. പിണറായിയെ കൊണ്ട് കഴിഞ്ഞിടെ മുഴുവൻ പിൻവലിപ്പിച്ചു. 5000 പോലീസ്. പിന്നെ എനിക്കറിയത്തില്ല, എന്നോട് പറഞ്ഞിട്ടില്ല. പിടിക്കവനെ എന്നെ ഇന്ന് തിങ്കളാഴ്ച വെള്ളിയാഴ്ച ആവട്ടെ.